കൈയടിക്കുക. സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട വൈദികരുടെ ധ്യാനത്തിൽ തന്നെയാണ് കേട്ടോ. നിങ്ങൾ വൈദികരുടെ ധ്യാനത്തിന് വരെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഞാൻ ആ വൈദികരെ കൊണ്ട് നിങ്ങൾക്കൊരു ആശീർവാദം മേടിച്ചു തരാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശയ്യാ പ്രവചനത്തിൽ 63-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനം ഇന്ന് കർത്താവ് നിങ്ങൾക്ക് തരുന്നുണ്ട്. വചനം ഇതാണ്: അവരുടെ കഷ്ടതകളിൽ അവിടുന്ന് ദൂതനെ അയച്ചില്ല, അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. തുടർന്ന് അടുത്ത വചനം പറയുന്നത്, അതിൻ്റെ ബാക്കി വചനം ഇങ്ങനെയാണ്: തൻ്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ വീണ്ടെടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആരെങ്കിലും വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ മദ്യപാനത്തിൽ തകർന്നു പോയ ഒരാളാണ്, അയാളെ ഒന്ന് വീണ്ടെടുക്കണം. അല്ലെങ്കിൽ ഒരു പാപത്തിൽ വീണു പോയ ഒരാളാണ്, അയാളെ വീണ്ടെടുക്കണം. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരാളാണ്, അയാളെ വീണ്ടെടുക്കണം. നാളുകളായിട്ട് നമ്മൾ സംസാരിക്കാതിരിക്കുന്ന, മിണ്ടാതിരിക്കുന്ന ഒരാളാണ്, അയാളെ വീണ്ടെടുക്കണം. പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങൾ മനസ്സിലാക്കണം, പിതാവായ ദൈവം മനുഷ്യകുലത്തെ ഈശോ മിശിഹായിലൂടെ എങ്ങനെ വീണ്ടെടുത്തത്? സ്നേഹത്തിലും കരുണയിലുമാണ്, അല്ലേ? തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവരും ദൈവം ഈ ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചു. ഫുൾ പാപി ആയിരുന്നിട്ടും എന്ത് ചെയ്തു? കരുണ കാണിച്ചു. അതിനെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നോക്കിയേ, നമ്മൾ കുറച്ച് പിടിവാശി കാണിച്ചത് കൊണ്ടോ, നമ്മൾ കുറച്ച് പുറത്തിറക്കി വിട്ടത് കൊണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തത് കൊണ്ടോ ഒരാൾ രക്ഷപ്പെടുമെന്ന് വിചാരിക്കരുത്. നമ്മുടെ കോപം കൊണ്ട് ഒരാൾ രക്ഷപ്പെടുമെന്ന് വിചാരിക്കരുത്. ഒരാളെ രക്ഷണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാർഗം കരുണയും സ്നേഹമാണ്. എന്ന് വിചാരിച്ച് കോപിക്കേണ്ട, എന്ന് ശാസിക്കേണ്ട, തിരുത്തണ്ട, വഴക്ക് പറയണ്ട, ഇതൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതൊക്കെ ആവശ്യമായിരിക്കും. പക്ഷേ ഒരാളെ വീണ്ടെടുക്കാൻ നിനക്ക് സാധിക്കണമെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, അത് കരുണയും സ്നേഹമാണ്. അതുകൊണ്ട് നിന്റെ ജീവിത പങ്കാളിയെ നിനക്കൊന്നുകൂടെ വീണ്ടെടുക്കണമെന്നുണ്ടോ? നീ കരുണ കാണിക്കേ, സ്നേഹം കാണിക്കേ. ഒരു അച്ഛൻ എന്ന നിലയിൽ എനിക്ക് ഏൽപ്പിക്കപ്പെടുന്ന ദൈവജനത്തെ ഞാൻ വീണ്ടെടുക്കണം തന്നെയാണ് കരുണയും സ്നേഹവും വഴിയാണ്. എൻ്റെ പ്രിയപ്പെട്ട നിങ്ങൾ ചോദിച്ചോ, മനസ്സ് തുറന്ന് ഒരാൾ നിങ്ങളോട് കരുണ കാണിച്ചു കഴിഞ്ഞാൽ, അല്ലേ, ആ വ്യക്തിയോട് നമ്മൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈശോയോടുള്ളത്. ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായോ? അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, കരുണ, സ്നേഹം, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അതുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, കരുണീയ സ്നേഹം വളരാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈ വചനം കേട്ട് എല്ലാവരിലും കരുണ വളരട്ടെ, സ്നേഹം വളരട്ടെ. കരുണയുടെ വറ്റാത്ത സാഗരമാണ് ഈശോ മിശിഹ. കർത്താവേ, ഓരോരുത്തരെ അഭിഷേകം ചെയ്യണം, സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.